നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഭാരതീയ വേദാന്തം വിവിധ ആചാര്യന്മാരുടെ കാഴ്ചപ്പാടിൽ വിവിധ ശാഖകളായി പിരിഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ അദ്വൈതം, രാമാനുജന്റെ വിശിഷ്ടാദ്വൈതം, മധ്വാചാര്യന്റെ ദ്വൈതം എന്നിവയാണ് അതിൽ പ്രധാനമായവ. ഇവ കൂടാതെ ഭിന്നമായ പല വീക്ഷണങ്ങളും നിലവിലുണ്ട്. അത്തരം വകഭേദങ്ങളെക്കുറിച്ച് വരും ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ അറിയാം. ഭരതൻ ശത്രുഘ്നനോടൊപ്പം അമ്മയുടെ നാട്ടിൽ പോയിരുന്ന വേളയിലാണ് കൈകേയി വരം ചോദിച്ചതും രാമനെ കാട്ടിലയച്ചതും. ഇതിനെ തുടർന്നാണ് ദശരഥൻ ചരമം പ്രാപിക്കുന്നത്. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. ഉത്ഥാനവും ചേതുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാ മൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലദലസംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം ഇന്ദീവരേക്ഷണം ഇന്ദ്രാദി വൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീര ധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീലക്ഷ്മണോപേതം രഘൂത്തമം. മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തദാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഇദ്ധിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനി.
ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണം അരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനി ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നീടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു. രാമ 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 പാഹിമാം. സൗമ്യനും സ്നേഹസമ്പന്നനുമാണ് ഭരതൻ. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഭരതൻ ആദ്യം അന്വേഷിക്കുന്നത് പിതാവിനെയാണ്. പിതാവിന്റെ മരണമറിഞ്ഞ ഭരതൻ നിലത്ത് വീണുരുണ്ട് വിലപിക്കുന്നു. തികച്ചും വൈകാരിക നിറഞ്ഞ ഈ ഭാഗമാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. കേൾക്കാം. നമസ്തേ. രാമായണ വ്യാഖ്യാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും സീതാദേവിയും കൂടി വനയാത്രയ്ക്ക് പുറപ്പെട്ട് കൂടെയുള്ള തൻ്റെ പിന്നാലെ അലമുറയിട്ടിട്ട് കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് വന്നിട്ടുള്ള ആ പുരവാസികളെയൊക്കെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരെ കബളിപ്പിച്ചെന്ന് വേണേൽ പറയാം. മുന്നോട്ട് പോയി ഗംഗയൊക്കെ കടന്ന് ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തി. ഭരദ്വാജ മഹർഷിയൊക്കെ കണ്ട് ആശീർവാദമൊക്കെ വാങ്ങി അവസാനം അവർ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ്. ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, അവർക്ക് വസിക്കാൻ വേണ്ടിയിട്ട് ആ 3 പേർക്കും വസിക്കാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, യുക്തമായിട്ടുള്ളൊരു സ്ഥലം വാൽമീകി മഹർഷിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശത്ത് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ആ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തെ പറ്റിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വർണ്ണനയുണ്ട്. നാനാ ഋതുക്കളിൽ പൂക്കുന്ന കായ്കനികൾ ഒരേ സമയം, പല ഋതുക്കൾ ഉണ്ടാവണമായിരിക്കും, പക്ഷേ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ അതൊക്കെ ഒരുപോലെ ഒരേ സമയത്ത് പൂത്ത് നിന്നിട്ടുണ്ട്. അലൗകികമായിട്ടുള്ള കാഴ്ച എന്ന് സാരം. സാധാരണ കാണുന്ന കാഴ്ചകൾക്കും അപ്പുറമുള്ളത്. നാനാതരത്തിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ജീവജന്തുക്കൾ ഒക്കെ സമ്മേളിച്ചിട്ടുള്ള സ്ഥലം. വൃക്ഷലതാദികളൊക്കെ വളരെ സമ്പന്നമായിട്ട് പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള ആ വാൽമീകി ആശ്രമത്തിൽ ഇവർ പ്രവേശിച്ചപ്പോൾ വാൽമീകി മഹർഷി 3 പേരെയും യഥാവിധി സ്വീകരിച്ചു. ശ്രീരാമചന്ദ്രസ്വാമി ആ സാക്ഷാൽ നാരായണൻ തന്നെ ഭൂമിയിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു, ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, അങ്ങ് എല്ലാ ഗുണങ്ങൾ കൊണ്ടും യുക്തനാണ്, എല്ലാ ഗുണങ്ങളും അങ്ങിലുണ്ട്, എന്നാൽ അങ്ങ് നിർഗുണനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ അദ്ദേഹം ധാരാളമായിട്ട് സ്തുതിച്ചു. അവസാനം ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, അല്ലയോ ഋഷീശ്വര, ഞങ്ങളിവിടെ വന്നിട്ടുള്ളതിൻ്റെ കാരണം അങ്ങേക്കറിയാം. പിതാവിൻ്റെ ആജ്ഞയാലാണ് ഞങ്ങൾ 3 പേരും കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് വന്നിട്ടുള്ളത്. ദിവ്യചക്ഷുസുള്ള അങ്ങേക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ ലോകക്രമത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 3 പേർക്കും വസിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സ്ഥലമാണോ ഏറ്റവും യുക്തമായിട്ടുള്ളത് ആ സ്ഥലം അങ്ങ് പറഞ്ഞു തരണം. അപ്പോൾ വാൽമീകി മഹർഷി താടിക്ക് കൈവച്ചു പോയി. എന്താ കാര്യം? അല്ലയോ ഭഗവാനെ, സർവ്വ ജഗത്തിലും അങ്ങ് വസിക്കുന്നുണ്ട്, സർവ്വ ജഗത്തും അങ്ങിലാണ് വസിക്കുന്നത്. നേരെ തിരിച്ചുകൊണ്ട് അങ്ങോട്ട് വസിക്കൽ മാത്രമല്ല, അത് ഭഗവാനിൽ വസിക്കൽ കൂടിയാണ്. രണ്ടുമുണ്ട്. ഈ സർവ്വ ജഗത്തും അങ്ങിൽ വസിക്കണു, അങ്ങാണെങ്കിൽ ഈ സർവ്വ ജഗത്തിലും വസിക്കുന്നു. അങ്ങനെയുള്ള അങ്ങേക്ക് ഞാൻ എങ്ങനെയാണ് ഒരു സ്ഥലം പറഞ്ഞു തരാം? പക്ഷേ അങ്ങ് ചോദിച്ചത് കൊണ്ട് മാത്രം ലോകർക്ക് മനസ്സിലാവാൻ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. എന്നിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ജന്തുക്കളിൽ ദ്വേഷഹീനനായിട്ട്, അവരെ ദ്വേഷിക്കാണ്ട് ഉപദ്രവിക്കാണ്ട്
അങ്ങയുടെ ഭക്തിയിൽ നിരതരായിട്ടിരിക്കുന്നവരുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് ഏറ്റവും യുക്തമായിട്ടുള്ള സ്ഥലമാണ്. നിത്യധർമാധർമ്മങ്ങളൊക്കെ വിട്ടിട്ട്, എല്ലാ ദ്വന്ദ്ഭാവങ്ങളെയും വിട്ടിട്ട്, ധർമ്മം അധർമ്മം സത്യം അസത്യം ഇതിനൊക്കെ അപ്പുറത്ത് പരിപൂർണ സമർപ്പണത്തോടെ അങ്ങയുടെ ഭക്തിയിൽ മുഴുകിക്കഴിയുന്ന സാധുക്കളുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മന്ത്രത്തിൽ, അങ്ങയുടെ നാമജപത്തിൽ സദാ നിരതരായിരിക്കുന്ന ഭക്തന്മാരുടെ മനസ്സ് അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. ലൗകികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും വെടിഞ്ഞ് അഹങ്കാരമില്ലാണ്ട് നിർദ്വന്ദ്വരായിട്ടിരിക്കുന്നവരുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. നിർദ്വന്ദ്വർ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് താൻ വേറിട്ടവനല്ല എന്നുള്ള ബോധ്യത്തെ എത്തിച്ചേർന്നിട്ടുള്ളവൻ, ആ ബോധ്യത്തെ അനുഭവിക്കുന്നവൻ. അങ്ങനെയുള്ളവരുടെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള ഇരിപ്പിടാണ്. പിന്നെ പറഞ്ഞു ശാന്തമായിട്ടിരിക്കണവർ, നിരഹങ്കാരികളായിട്ടിരിക്കുന്നവർ, രാഗദ്വേഷങ്ങളൊക്കെ ശാന്തമായിട്ട് അടങ്ങിയിട്ടുള്ള മനസ്സ്, വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സ്, അങ്ങനെയുള്ള മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. മൺകട്ട, കല്ല്, കാഞ്ചനം, സ്വർണം ഇതിനെ മൂന്നിനെ ഒരുപോലെ കാണുന്നവൻ, സമഭാവനയോടെ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ്റെ മനസ്സ് ഭഗവാനെ അങ്ങേക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ഭഗവാന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവൻ അവൻ്റെ മനസ്സാണ്. എല്ലാറ്റിനെയും ആര് ഒരുപോലെ കാണുന്നു, ഏത് മനസ്സ് എല്ലാറ്റിനെയും ഒരുപോലെ വീക്ഷിക്കുന്നു, ഒരുപോലെ സ്ഥാനം കണ്ടിട്ട് ബഹുമാനിക്കുന്നു, ആ മനസ്സാണ് ഭഗവാനെ അങ്ങേക്ക് ഇരിപ്പിടമായിട്ടുള്ള സ്ഥലം. എന്നിട്ട് പറഞ്ഞു എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും നിന്നിൽ അർപ്പിച്ച് മനസ്സ് തന്നെ നിന്നിൽ ദത്തമായിട്ടുള്ള മനസ്സ്, നിന്നിൽ സമർപ്പിച്ച മനസ്സ്, അങ്ങനെയുള്ളവൻ്റെ ഉള്ളിൽ ഭഗവാനെ നിനക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാണ്ട്, എന്നാൽ അനിഷ്ടം നടക്കുമ്പോൾ അതിൽ അമിതമായിട്ട് ദുഃഖിക്കാണ്ട് സ്ഥിരതയുള്ള മനസ്സോട് കൂടിയിട്ടുള്ളവൻ, അവൻ്റെ ഉള്ളം ഭഗവാനെ നിനക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. സുഖം വരുമ്പോൾ അമിതമായിട്ട് എന്ത് ചെയ്യില്ല, സുഖിക്കില്ല, അത് ഭഗവാൻ തന്നതാട്ടോ, ആ സുഖത്തെ ഭഗവാന് കൊടുക്കും. ദുഃഖം വരുമ്പോൾ ആ ദുഃഖം അതും ഭഗവാന്റെ ഇച്ഛയാണ്. ആ ഇച്ഛയാണെന്ന് പറയുമ്പോഴും മനസ്സിൽ ബോധ്യം വേണം, അത് തൻ്റെ കർമ്മത്തിനനുസരിച്ച് കിട്ടുകയാണ്. അത് ആദ്യം മനസ്സിൽ വേണം. താൻ പൂർവ്വത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്, അതും ഭഗവാന് കൊടുക്കുക. സർവ്വതിനെയും ഭഗവാന് സമർപ്പിക്കുക, തന്നെ സമർപ്പിക്കുക, അങ്ങനെയുള്ളവൻ്റെ മനസ്സ്. എന്നിട്ട് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞു, ഭഗവാനെ വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം ഇതൊക്കെ ശരീരത്തിന് മാത്രമാണ്. ഏതൊരുവൻ തിരിച്ചറിയുന്നോ ഇത് മനസ്സിനില്ല, ആത്മാവിനില്ല, അങ്ങനെയുള്ളവൻ്റെ മനസ്സ് ഭഗവാനെ നിനക്ക് യുക്തമായിട്ടുള്ള സ്ഥലമാണ്. അവസാനം അങ്ങയുടെ ഭക്തൻ്റെ മനസ്സാണ് അങ്ങേക്ക് ഇരിപ്പിടമായിട്ടുള്ള സ്ഥലം എന്ന് പല തവണ പല ആവർത്തി പറഞ്ഞു വെച്ചിട്ട് ആ ഋഷീശ്വരൻ തൻ്റെ ആത്മകഥയൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അങ്ങനെയുള്ള ആ ആദികവിയെ സാഷ്ടാംഗം നമസ്കരിക്കാം. ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സീതാസമാരോപിതനായിട്ട് ലക്ഷ്മണാഗ്രജനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ നമസ്കരിച്ചുകൊണ്ട്, ആദികവിയെയും മനസ്സിൽ സദാ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ശാപം മൂലം വാനര സ്ത്രീയായി ജനിച്ച അഞ്ജന എന്ന അപ്സരസിൻ്റെയും കേസരി എന്ന വാനരശ്രേഷ്ഠൻ്റെയും മകനായി ത്രേതായുഗത്തിൽ ജനിച്ച ഹനുമാൻ രാമായണത്തിലെ ഉജ്ജ്വല കഥാപാത്രമാണ്. കേൾക്കാം ഇന്നത്തെ രാമകഥാമൃതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹനുമാൻ ഇല്ലാത്തൊരു രാമായണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അല്ലേ? രാമായണത്തിലെ ഹനുമാൻ എന്ന വിഷയം രാമായണത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് രാമായണത്തിലെ ഹനുമാന്റെ അവതാരത്തെ കുറിച്ചാണ്. രാമായണത്തിൽ ഹനുമാനെ ഭഗവാൻ ആദ്യമായിട്ട് കാണുന്നത് ഋഷിമൂകാചലത്തിന് സമീപത്ത് വെച്ചാണ്. സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന രാമലക്ഷ്മണന്മാർ വഴിയിൽ വെച്ച് ഒരു ബ്രാഹ്മണ വേഷധാരിയെ കാണുന്നതും അദ്ദേഹവുമായിട്ട് അവർ സംവദിക്കുന്നതും ഹനുമാൻ സ്വാമി ആയിരിക്കുന്ന ആ ബ്രാഹ്മണന്റെ ഭാഷാ വൈദഗ്ധ്യം, ഒപ്പം തന്നെ അദ്ദേഹം സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഇതെല്ലാം മനസ്സിലാക്കിയ രാമന് ഇത് സാധാരണ ഒരു ബ്രാഹ്മണനല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഹനുമാൻ സ്വാമിയുടെ മധ്യസ്ഥതയിൽ സുഗ്രീവനുമായിട്ടുള്ള സഖ്യം ഭഗവാൻ നടത്തുന്നത്. അപ്പൊ ആ സമയം തൊട്ടാണ് രാമായണത്തിൽ നമുക്ക് ഹനുമാനെ കാണാൻ സാധിക്കുക. അതിനു മുമ്പും ഹനുമാൻ സ്വാമി ഉണ്ട്. സുഗ്രീവന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു ഹനുമാൻ സ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായത്, അദ്ദേഹം എങ്ങനെയാണ് രാമായണത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരാളായത് എന്നൊക്കെ നമുക്ക് ലഘുവായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം.
ആരാണ് യഥാർത്ഥത്തിൽ ഈ ഹനുമാൻ സ്വാമി? അദ്ദേഹത്തെ നമ്മൾ പല പേരുകൾ ചൊല്ലി വിളിക്കാറുണ്ട്. അദ്ദേഹത്തെ നമ്മൾ വായുപുത്രൻ എന്ന് വിളിക്കാറുണ്ട്, മാരുതി എന്ന് വിളിക്കാറുണ്ട്, ആഞ്ജനേയൻ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ ഭഗവാനെ നമ്മൾ വിളിക്കാറുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കി വേണം അദ്ദേഹത്തിൻ്റെ ഈ പേരുകളൊക്കെ വിളിക്കാൻ എന്നാണ് പൊതുവിൽ മഹാത്മാക്കൾ പറയാറുള്ളത്. രാമായണത്തിലെ ശിവന്റെ ചൈതന്യമാണ് ഹനുമാൻ സ്വാമി എന്നാണ് സങ്കല്പം. കഥകളിൽ പറയാറുണ്ട്, ഒരിക്കൽ സാക്ഷാൽ മഹാദേവനും ശ്രീപാർവതിയും ചേർന്ന് വാനരവേഷത്തിൽ വനത്തിലൂടെ അല്പകാലം സഞ്ചരിച്ചു എന്നാണ്. ആ സമയത്ത് ശ്രീപാർവതി ദേവി ഭഗവാനിൽ നിന്ന് ഗർഭിണിയായി അമ്മയുടെ വയറ്റിൽ ഭഗവാന്റെ ചൈതന്യം രൂപപ്പെട്ടു എന്നാണ്. അമ്മയ്ക്ക് തോന്നി ഈ ഒരു ഭാവത്തിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള ഒരാൾക്ക് ഈ കുട്ടിയെ കൊടുക്കാം എന്ന് ശ്രീപാർവതിയും ഭഗവാനും തീരുമാനിച്ചു എന്നാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള വായുദേവന് ആ ചൈതന്യത്തെ അവർ നൽകി. കേസരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാനരനും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അഞ്ജനയും ദീർഘനാളുകളായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവർ മഹാദേവന്റെ വലിയ ഭക്തരാണ്. അതുകൊണ്ട് തന്നെ ഈ ചൈതന്യത്തെ അഞ്ജനാഗർഭത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്ന് വായുദേവന് മഹാദേവൻ ഉപദേശവും നൽകി. അങ്ങനെ വായുദേവൻ ഭഗവാന്റെ ആ ചൈതന്യത്തെ അഞ്ജനയുടെ ഗർഭത്തിൽ ധരിപ്പിക്കുകയും അതിനുശേഷം അഞ്ജനാതനയനായിട്ട് ഭഗവാൻ ജനിക്കുകയും ചെയ്തു എന്നുമാണ്. അഞ്ജനാദ്രി എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത് എന്നാണ് സങ്കല്പം. അപ്പോൾ കുഞ്ഞ് ഹനുമാൻ ജനിച്ചപ്പോൾ അഞ്ജനാ ഭഗവതി ഭഗവാന് പറഞ്ഞു കൊടുത്തു, നീ എൻ്റെ മകനാണ്, നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളാണ് ഈ മുകളിൽ കാണുന്നത് എന്ന്. അമ്മ ഉദ്ദേശിച്ചത് മരത്തിന് മുകളിലുള്ള പഴങ്ങളായിരുന്നെങ്കിൽ ആ കുട്ടി കണ്ടത് ഏറ്റവും മുകളിൽ മിന്നിത്തിളങ്ങുന്ന സൂര്യനെയായിരുന്നു എന്നാണ്. ആ കഥയൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. അന്ന് തൊട്ട് ആ ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും എവിടെയാണോ രാമകഥ പാരായണം ചെയ്യുന്നത് അവിടെ നിർബന്ധമായിട്ടും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് സങ്കല്പം. ബാഷ്പവാരിധ്യം എന്നാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് രാമകഥ പറയുന്ന സ്ഥലത്ത് ഭഗവാൻ വന്ന് സാന്നിധ്യം ചെയ്യുന്നതാണ് സങ്കല്പം. അത്രയധികം രാമനെ സ്നേഹിക്കുന്ന രാമൻ തന്നെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹവും ഭഗവാനും ഒന്നായിരുന്നു. അതുകൊണ്ട് രാമൻ തന്നെയാണ് ഹനുമാൻ, ഹനുമാൻ തന്നെയാണ് രാമൻ. ആ സങ്കല്പത്തിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കണം. മനസ്സിൻ്റെ പ്രതീകമാണ് ഹനുമാൻ എന്നാണ്. എല്ലാ സമയത്തും നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ ഒന്നുകൊണ്ട് മാത്രം ഏതൊരു പ്രതിസന്ധിയിലും അത് മറികടക്കാം എന്നുള്ള ഒരു ഊർജം നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നുന്നത് കാണാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരു കാലത്ത് മഹാഭാരത യുദ്ധസമയത്ത് സാക്ഷാൽ ഭഗവാൻ അർജുനന്റെ കൊടിയടയാളമായിട്ട് നിശ്ചയിച്ചതും ആ കപിശ്രേഷ്ഠനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അലർച്ച ഒന്നുകൊണ്ട് മാത്രം ദുഷ്ടശക്തികളൊക്കെ ഓടിപ്പോകുന്നു എന്നുമാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ അഞ്ജനാതനയനായിട്ടുള്ള ഭഗവാന്റെ അവതാരം നമുക്ക് ഈ ഭാരതഭൂമിയിൽ അഞ്ജനാദ്രിയിൽ ലഭിച്ചതിന് സുകൃതം ചെയ്ത നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ആഞ്ജനേയസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുനാളിൽ കിട്ടിയ നിരവധിയായിട്ടുള്ള വരങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ആയുധങ്ങളും അദ്ദേഹത്തെ സ്പർശിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിവ് പകർന്നു കൊടുത്തത് സൂര്യനാണ്. അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള വിദ്യകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹം അതിസുന്ദരമായിട്ട് പാട്ട് പാടുമായിരുന്നു, വീണ വായിക്കുമായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. ഒരു സകലകലാവല്ലഭൻ എന്ന് വിളിക്കപ്പെടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ സ്മരിക്കുന്ന മാത്രയിൽ ഒരു രാമനാമം കൊണ്ട് നമുക്ക് ഒരേ സമയം ഹനുമാൻ സ്വാമിയെയും സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയും പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. തൻ്റെ പ്രഭുവിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നതാണ് ഭഗവാന് സ്വന്തം പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു ഭക്തനായിട്ടുള്ളൊരു ഈശ്വരൻ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി അനുഗ്രഹം ഈ രാമായണ മാസക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാമകഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. പൊതുവെ ശ്രീകോവിലിൻ്റെയും വിഗ്രഹത്തിൻ്റെയും ശുദ്ധികാര്യങ്ങളിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളീയ ക്ഷേത്രങ്ങളിൽ ചില ചിട്ടകൾ പുലർത്തുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഹനുമാൻ ഗർഹി. ശ്രീരാമചന്ദ്ര കൃപാലു ഭജുമന ഹരണ ഭവ ഭയദാരുണം. രാമകഥ പൂർണ്ണമാകണമെങ്കിൽ ഹനുമാൻ വേണം. ശ്രീരാമഭക്തി പൂർണ്ണതയിലെത്തണമെങ്കിൽ ഹനുമൽ ഭക്തി കൂടി ചേരണം.
രാമദർശന പുണ്യം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഹനുമത് ദർശനം കൂടി വേണം. കുശലവന്മാർ മാതാപിതാക്കളെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വന്തം മാറുപിളർന്ന് കാട്ടുന്ന ഹനുമാന്റെ കഥ നാം കേട്ടിട്ടുണ്ട്. ഹനുമത് പ്രതിഷ്ഠയോ ഹനുമാന് സങ്കല്പ പൂജയോ ഇല്ലാത്ത രാമക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല. അതിനാൽ തന്നെ രാമജന്മഭൂമി സന്ദർശിക്കുന്നവർ അതിനു മുൻപായി സന്ദർശിക്കേണ്ട പുണ്യസ്ഥലമാണ് ഹനുമാൻ ഗർഹി. जय हनुमान ज्ञान गुण सागर जय कपीस तिहु लोक उजागर. അയോധ്യയിലെ മുഖ്യ കാവൽക്കാരനായാണ് ഹനുമാനെ കണക്കാക്കുന്നത്. അതിനാൽ രാമദർശനത്തിനുള്ള അനുവാദം തരേണ്ടത് ഹനുമാനാണ്. सुतनामा ഗർഹി എന്നാൽ കോട്ട എന്നാണ് അർത്ഥം. ഒരു കോട്ട എന്ന പോലെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഹനുമാൻ ഗർഹി. 4 വശങ്ങളിലും വട്ടത്തിലുള്ള ഗോപുരങ്ങളോട് കൂടിയ ഒരു കോട്ട. പ്രധാന ക്ഷേത്രത്തിലെത്തുന്നതിനായി ഭക്തർ 76 പടികൾ കയറേണ്ടതുണ്ട്. सुबेसा कानन कुंडल कुंजित केसा हाथ वज्र और ध्वजा विराजै कांधे मुंज जनेऊ साजै. ഗർഭഗൃഹത്തിൽ അഞ്ജനാദേവിയുടെ മടിയിലിരിക്കുന്ന ബാലഹനുമാനാണ് പ്രതിഷ്ഠ. ഇത്തരം സങ്കല്പങ്ങളിലെ പ്രതിഷ്ഠ മറ്റൊരിടത്തും നമുക്ക് കാണാനാവില്ല. जगवंदन ഹനുമാൻ ഗർഹി എന്നത് ഒരു പ്രാചീന ക്ഷേത്രമാണ്. 18-ാം നൂറ്റാണ്ടിൽ നവാബായിരുന്ന ഷൂജാ ഉദ് ദൗളയാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. അതിനാൽ ഈ സന്നിധി മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. राम सिया 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 राम राम सिया 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 राम. രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ഇവിടെ എപ്പോഴും ഹനുമാൻ ചാലിസ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഹനുമാൻ ജയന്തി, രാമനവമി, ദീപാവലി, ദസറ തുടങ്ങിയവ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. പലവട്ടം നടന്ന പുനർനിർമ്മാണങ്ങളാണ് ഇന്നും ക്ഷേത്രത്തെ നിലനിർത്തുന്നത്. ഇത് ഹനുമാന്റെ ജന്മസ്ഥലമല്ല. രാമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അയോധ്യയ്ക്ക് കാവലായി ഹനുമാൻ ഇവിടെ ഒരു ഗുഹയിൽ താമസിച്ചു എന്നാണ് വിശ്വാസം. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഹൈന്ദവ ഇസ്ലാമിക നിർമ്മാണ രീതികൾ സമന്വയിച്ചിരിക്കുന്നു. राम ही मातो पिता रघुराई राम ही सर्व गुरु जग. 76 പടികൾ കയറി മുകളിലെത്തിയാൽ പ്രധാന കവാടമായി കൊത്തുപണികളോട് കൂടിയ തൂണുകളും മേൽക്കൂരയുമാണ് ഇതിന്റെ ആകർഷണം. कृष्ण महेश्वर वाला बोलत है ऋषि राम प्रभु नाम. തന്റെ ഭക്തരെ തനിക്ക് തുല്യം കണക്കാക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ദർശനത്തിനായി രാമജന്മഭൂമിയിലെത്തുന്നവർ ഹനുമാൻ ഗർഹിയിൽ നിശ്ചയമായും ദർശനം നടത്തിയിരിക്കണം. राम सिया राम राम सिया राम राम सिया. അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേവലം 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നിരവധി ഭക്തരെ ആകർഷിക്കുന്നു. सिया राम सिया राम सिया राम सिया राम सिया
ആഞ്ജനേയന്റെ അനുഗ്രഹം സകല വിഘ്നങ്ങളും അകറ്റി സന്തോഷവും സകല പാപങ്ങളും അകറ്റി മോക്ഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജയ് ഹനുമാൻ. राम राम सिया 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 പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അറിവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടുന്നതും. അതിനാൽ നമ്മുടെ അറിവുകളെ വരും തലമുറയ്ക്ക് കൈമാറുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.